അതിന് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് കുറ്റം തെളിഞ്ഞ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി വിധിച്ച ശിക്ഷയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതിലത് ശ്രദ്ധിച്ചപ്പോൾ എന്താണ് തോന്നിയത്? മുമ്പ് പറഞ്ഞതുപോലെ നിരാശയുടെയും വിമർശനത്തിൻ്റെയും ഒരു തലം ആ ശിക്ഷ വിധിച്ചതിന് ശേഷം വന്നിട്ടുണ്ട് ആ വിധിക്ക് മേൽ. അതെ, ഇത് ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്തൊരു ക്രൈമിൽ ഏറ്റവും ഇൻവോൾവ് ആയിട്ടുള്ള പ്രതിക്ക് പോലും അതിലേറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകുന്നുള്ളൂ എന്നുള്ളത് സമൂഹത്തിന് എന്ത് പാഠം നൽകും എന്നുള്ളതാണ്. ഒരു ശിക്ഷാവിധി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടുന്നത് സമൂഹത്തിൽ അത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ഒരു പാഠമാകും വിധം ഏറ്റവും കൂടിയ ശിക്ഷ കൊടുക്കുന്നതിന് എന്ത് തടസ്സമായിരുന്നു ഇതിലുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ പൊതുവിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഏറ്റവും കൂടിയ ശിക്ഷയിലേക്ക് പോയില്ല എന്നുള്ളത് കടുത്ത നിരാശ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളെ ആവർത്തിക്കാൻ പ്രേരിപ്പിക്കും വിധമുള്ള ഒരു വിധിയായിട്ട് പൊതുവിൽ സമൂഹം ഇതിനെ വിലയിരുത്തും. പ്രത്യേകിച്ച് ഇത്തരം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് മറുഭാഗത്ത് പ്രതികൾ പ്രബല സ്ഥാനത്തുള്ള ആളുകൾ വരുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് ഏറ്റവും പ്രബലരായ ആളുകളെ മുഴുവൻ ഇതിൽ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അതിലേറ്റവും ഈ പറയുന്ന ഏറ്റവും ചെറിയ പ്രാണികൾ മാത്രം ബാക്കി നിൽക്കുന്ന വിധമുള്ള ആളുകളുടെ മീതെ പോലും ഏറ്റവും കൂടിയ ശിക്ഷാവിധിയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത വിധം സ്വാഭാവികമായിട്ടും ശിക്ഷയെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രതികൾ സ്ഥിരമായി പറയുന്നതാണ് വീടിൻ്റെ പ്രശ്നം, പിന്നെ വീട്ടുകാരുടെ കുടുംബ സാഹചര്യം, ഇതൊക്കെ പറയുന്നതാണ്. എല്ലാ ആളുകളും എല്ലാ ക്രിമിനൽ കേസിനകത്തും ഫൗണ്ട് ഗിൽറ്റി പറഞ്ഞ കേസുകൾക്കകത്ത് പ്രതികൾ നടത്തുന്ന ഒരു വാദം മാത്രമാണത്. അതിനകത്ത് ഇത് പരിശോധിച്ച് പ്രതികളുടെ പ്രായവും കുടുംബ സാഹചര്യവുമൊക്കെ സാധാരണ ചില കേസുകൾക്കകത്ത് പരിഗണിക്കാറുണ്ട്. പക്ഷേ ഈ കേസിനകത്ത് അത് പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ളത് കൂടി മറുഭാഗം നിൽക്കുന്നൊരു സിവിൽ സൊസൈറ്റി ഉത്കണ്ഠപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ള നിലയ്ക്ക് പറയല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് സെൻസിബിളായിട്ടുള്ളൊരു ജുഡീഷ്യറി പെരുമാറേണ്ടെന്നൊരു വിധമുണ്ട്. ആ സെൻസിബിലിറ്റിയുടെ ഒരു കുറവ് സത്യത്തിൽ ഈ വിധിന്യായം വായിച്ചിട്ടില്ല, കേട്ടറിഞ്ഞ വിധിയിൽ സ്വാഭാവികമായിട്ടും പുറത്തു നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ക്രിമിനൽ ലോ അമെൻമെൻറ്റിലേക്കൊക്കെ എത്തിയത് ഈ 20 വർഷവും ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഇംപ്രിസൺമെൻ്റ് ആണ് എന്നതിലേക്കൊക്കെ എത്തിയതിനകത്ത് നിരവധിയായിട്ടുള്ള നിയമ പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയുണ്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു കോടതി മുറിയിൽ നിന്ന് ഇന്ന് കാണുന്ന കോടതി മുറിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും ശിക്ഷാവിധികൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നതും ഒരു സുപ്രഭാതത്തിൽ നടന്നിട്ടുള്ള മാറ്റമല്ല, മറിച്ച് സ്ത്രീകൾ ഇത്തരം കേസുകൾക്കകത്ത് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ അതിജീവിതകളാക്കി മാറുന്നതിന് വേണ്ടി നടത്തിയ നിരന്തരമായ പോരാട്ടത്തിൻ്റെ വഴിയിൽ അവരുടെ കണ്ണീരും ചോരയും നനഞ്ഞ വഴി കൂടിയാണ് ഈ നിയമപരിഷ്കരണമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പലരും കൊല ചെയ്യപ്പെട്ടു, ഇതൊക്കെ പലരും പാലായനം ചെയ്തു, പലരും ഈ പറയും വിധം പരാതിക്കാരാവാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു കാലത്താണ് നിയമം പറയുന്നതിലെങ്കിലും അതിനപ്പുറത്തേക്ക് എക്സീഡ് ചെയ്യും വിധമൊന്നും ജുഡീഷ്യറി പെരുമാറാൻ ഒന്നും നമ്മൾ ഇക്കാലത്ത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നിയമം പറയുന്നതിൻ്റെ ഒരു മാക്സിമം പണിഷ്മെൻറ്റിലേക്കെങ്കിലും സമൂഹം ഉറ്റുനോക്കുന്ന ഒരു കേസിനകത്ത്, ഇത്രയും കൂടിയൊരു ക്രൈം നടന്ന കേസിനകത്ത് അതിലേറ്റവും കൂടിയ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരാൾക്ക് പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ ഒരു പ്രയാസമുണ്ട് അതിനകത്ത്. തീർച്ചയായും ആ വിധമൊരു നിരാശ ഇന്ന് ഈ വിധി പ്രതികൾക്ക്, കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുമ്പോഴും ഉണ്ടാകുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായൊരു പ്രശ്നം. അതാണ്, അല്ലെങ്കിൽ ഒരു തലം അതാണ്.